ചേച്ചി വിഷുവായിട്ട് ഞങ്ങൾ ചെറിയ ചേച്ചി നേരത്തെ ഞങ്ങളോട് ഒരു കൈനീട്ടം ചോദിച്ചായിരുന്നു. ഞങ്ങൾ വക ഒരു ചെറിയൊരു കൈനീട്ടം ഉണ്ട്. അതായത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ചേട്ടാ. റാപ്പിഡ് ഫയർ. യെസ്. ഇതില് ചുമ്മാ ഒരു കുറച്ച് സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ആൻസർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസാ, സിമ്പിൾ ക്വസ്റ്റ്യൻസാ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാലേ ബേടാന്നിരിക്കുന്നതാണ്. ഇഫ് യുവർ ലൈഫ് ഇസ് എ സോങ്, വിച്ച് സോങ്? ദേവദാരു പൂത്തു. ഓ അടിപൊളി. ഞാൻ ആഗ്രഹിച്ച ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ല ദൈവം. എല്ലാം ഓക്കെ, സിമ്പിൾ. ഓക്കെ, ആ ദേവദാരു പൂത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സുരേഷ് ചേട്ടനെ ഓക്കെ. കാണുന്നത്. ചേച്ചി അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടാം. അയ്യോ പാടുന്നു. പാടില്ല. ഹൂ ഇസ് ദ സ്ട്രിക്റ്റർ അറ്റ് ഹോം, ചേച്ചി ആർ ഹസ്ബൻഡ്? ഞാനാണ്. എന്നെയാണ് യക്ഷി എന്ന് എല്ലാവരും പറയും. ഓ, അച്ഛന് എല്ലാം സോപ്പിടുന്നുണ്ട്. നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ ചിരിക്കും. അല്ലല്ലേ, എന്നെയാണ് എല്ലാവരും പറയണത്. എന്റെ കൂടെ എന്റെ വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു, മറ്റേ കടയ്ക്കൊക്കെ പോയിട്ട് വരുന്ന. അപ്പൊ അവൻ എഴുതിക്കൊണ്ട് വരുമ്പം തക്കാളി 17 രൂപ 23 പൈസ, കത്തിരിക്ക 12 രൂപ, സൈഫർ 5 പൈസ, അങ്ങനെ. അപ്പോ 5 പൈസ 3 പൈസ 13 എന്നൊക്കെ എഴുതുമ്പം വളരെ ഞാൻ വിശ്വസിക്കൂലേ, എന്താണോ ഈ 5 പൈസ 0.5 ഇതൊക്കെ 5 പൈസയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ അവനെ ഒത്തിരി വിശ്വസിക്കും എന്നുള്ളതാണ് അവൻ്റെ ഒരു ഇത്. 13 രൂപ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് പറയും, ഞാൻ എനിക്ക് എത്ര രൂപയാണ് ഞാൻ തന്നത്? 1 കിലോയുടെ കത്തിരിക്ക ഇത്രയാണ്, 1 കിലോയുടെ ഇത്ര ഇതാണ്, അതാണ്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നാൽ ഇത്ര വരും, എന്നാൽ ഇത്ര രൂപ, ബാക്കി 32 രൂപ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ആവുമ്പോ പടത്തിലൊക്കെ പാവപ്പെട്ട പെണ്ണെ പോലെയാണ് അഭിനയിച്ച് പറ്റിക്കാന്ന് വിചാരിച്ചാണ്. യക്ഷി യക്ഷി. എന്റെ അടുത്ത് നടക്കില്ല അത്. ഡയലോഗ് മറന്നിട്ട് മാനേജ് ചെയ്ത ഒരു സംഭവം. ഞാനും മമ്മൂക്ക അഭിനയിച്ച പടം എങ്ങനെയുണ്ട് ആശാനെ, എങ്ങനെയുണ്ട് ആശാനെ, ആ പടത്തിൽ ഞങ്ങൾ അഭിനയിക്കുക. അപ്പം ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം നിർത്തിയില്ലല്ലോ, ഭയങ്കര സുരേഷ് ഏട്ടനുമായിട്ട് നല്ല പ്രേമത്തിലാണ്. അപ്പോൾ ഡയലോഗ് പറയണം. അപ്പോൾ എൻ്റെ ഡയലോഗിൽ നരേഷനാണ് ഇരിക്കുന്നത്, അതായത് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ പേര് നരേഷ്. അപ്പം നരേഷിന് വിശ്വസിക്കരുത് അങ്ങനെ എന്തോ സംതിങ്, ഒരു സിംഗിൾ 2 ലൈൻ ഞാൻ നരേഷ് വിട്ടിട്ട് സുരേഷിനാണ് പറയുന്നത്. അപ്പോൾ ഇച്ചാക്ക ഉണ്ടല്ലോ, ഇച്ചാക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. നരേഷ് എന്ന് പറയുന്ന പകരം സുരേഷ് പറഞ്ഞപ്പം എടി കൊച്ചേ, ഈ സുരേഷൊക്കെ അങ്ങ് തിരുവനന്തപുരത്താണ്, 24 മണിക്കൂർ അവനെ ഓർത്തോണ്ടിരുന്ന എങ്ങനെയാണ്, മര്യാദയ്ക്ക് ഡയലോഗ് പറയുന്നത്. 7 ടേക്കാണ്, വരുന്നുമില്ല സുരേഷ് നരേഷ് ഇതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവസാനം 7th ടേക്ക് ഓക്കെ ആയി. അത് കഴിഞ്ഞ് കൗണ്ടർ ഷോട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ഇച്ചാക്കയ്ക്ക് ഒരേ ഒരു ലൈനേ ഉള്ളൂ. അദ്ദേഹം ഡയലോഗ് 14 ടേക്ക് എടുത്തു അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഞാൻ 2 ലൈൻ, ഞാനെങ്കിലും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞില്ല, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ 2 കുട്ടികളും ഉണ്ട്, പിന്നെ ഞാൻ മലയാളിയല്ല തമിഴാണ്, തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ മലയാളി, ഞാൻ 7 ടേക്ക് എടുത്തിട്ടുള്ളൂ, നിങ്ങൾ 14 ടേക്കല്ലേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം, ഇവളെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എനിക്ക് അപ്പം തരും, നാക്ക് കുഴയുന്നു. സമയം എത്ര കഴിഞ്ഞു? ഇപ്പം വെളുപ്പിന് 3 മണി, നാക്കെല്ലാം കുഴഞ്ഞ്. നമ്മൾ അങ്ങനെയാണ് പണ്ട് അഭിനയിച്ചുകൊണ്ടത്, സമയം പോകുന്നത് അറിയില്ല. വെളുപ്പിന് 3-3:30 അപ്പോൾ ചേക്ക പറഞ്ഞു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പല്ലെങ്കിലും തേച്ചിട്ട് ഒന്ന് മോഹം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചുമ്മാ അല്ല അവൾക്കും തെറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ മറക്കൂല. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.